ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നില്ലേ, കംപ്ലീറ്റ് ഇങ്ങനെ കിച്ചണൊക്കെ ഇതായിട്ട് കിടക്കുന്നു. അപ്പോൾ കുറേയൊക്കെ ഞാനെടുത്ത് ഈ വർക്ക് ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റിട്ടാണ് വർക്ക് ഏരിയ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വർക്ക് ഏരിയയിൽ ഇങ്ങനെ എല്ലാ സാധനങ്ങളും കുറേ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേല് വീട്ടിൻ്റെ അകത്ത് അല്ല കിച്ചണിൽ കയറിയിട്ട് ഒരു ജോലി ചെയ്യാൻ തോന്നത്തേ ഇല്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ വേണം ജോലി ചെയ്യാനായിട്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഓരോ പണികൾ വരുമ്പോൾ നമുക്ക് വേറെ മാർഗ്ഗമില്ല, നമുക്കിത് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഓരോന്നെടുത്ത് അത് തുടച്ചും വൃത്തിയാക്കിയും ഒക്കെ വെക്കുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊക്കെ തുടച്ച് ഞാനിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും കൊണ്ട് ഇതൊക്കെ അങ്ങ് തീർന്നു, അപ്പോൾ ഇനി നമുക്ക് ക്ലീൻ ആയിട്ടിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അല്ല, പരിതാപകരമാണ് എൻ്റെ അവസ്ഥ. ഇതിലും മോശമായിട്ട് പിറ്റേ ദിവസം, അതായത് ഇന്ന് വീണ്ടും പെയിന്റിങ് സെക്കൻഡ് കോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും സകല സാധനങ്ങളും എടുത്ത് പുറത്തിട്ട് തന്നു. കംപ്ലീറ്റ് കഴുകി വെച്ചിരുന്നതിലെല്ലാം വീണ്ടും പൊടിയായി. എൻ്റെ ദൈവമേ, എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എവിടുന്ന് ക്ഷമ കിട്ടുന്ന പോലും എനിക്കറിയത്തില്ല കേട്ടോ. ആ അവസ്ഥയിലായിപ്പോയി. അപ്പം ഞാൻ മാക്സിമം ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ എൻ്റെ കിച്ചൺ ഒരു പരുവായിട്ട് കിടക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾ ഇതിൽ ഞാൻ ഇന്നലെ കാണിച്ചു തരുന്നല്ലോ കിച്ചൺ എത്ര നീറ്റാക്കി ഞാൻ വെച്ചിരുന്നതാണെന്ന്. എന്നിട്ട് ഇപ്പോഴും ഇതിൽ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ ഞാൻ എടുത്ത് എന്തോരം ക്ലീൻ ചെയ്യുന്നു എന്നുള്ളത്. ഇങ്ങനെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സ്ഥലം അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഇങ്ങനെ വലിച്ചു വാരി ഇടുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വലിച്ചു വാരി ഇട്ടാൽ കുഴപ്പമില്ല, നമുക്കതെടുത്ത് അതിൻ്റെതായ സ്ഥാനങ്ങളിൽ വെക്കാം. പക്ഷെ ഇത് മുഴുവൻ കഴുകി ഒതുക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, പണികൾ വരുമ്പോൾ നമുക്ക് വേറെ ഒരു നിവൃത്തിയുമില്ല. അതുകൊണ്ടാണ് പറ്റിയത്. അത് വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് പോകാൻ പറ്റും. ഇത് കുറച്ച് ഭാഗം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേല് നമുക്ക് വീട്ടിലുള്ള ലേഡീസിന് പണി ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. കാരണം അവർ വേണ്ട ഇതൊക്കെ ഒതുക്കി പെറുക്കി വെക്കാനൊക്കെ. കാരണം ഇപ്പൊ സാഞ്ചേട്ടനാണ് സപ്പോസ് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ സാഞ്ചേട്ടൻ അറിയില്ല ഇതെവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് വെക്കേണ്ടതെന്നോ ഒന്നും. സാഞ്ചേട്ടൻ്റെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. പിന്നെ ഞാൻ എടുക്കാൻ പോകുമ്പോൾ നമുക്കറിയാലോ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് നമുക്ക് കറക്റ്റ് സമയത്തിനൊന്നും ചിലപ്പോൾ കയ്യിൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എൻ്റെ കൈക്കും ഒക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിലും പോയിരിക്കുമായിരുന്നു. കാരണം എനിക്ക് ഈ കൈക്ക് ഭയങ്കര പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ല. കൈക്ക് മാത്രമല്ല, കാലിന് മുട്ടിനും നടുവിനും ഒക്കെ ഭയങ്കര വേദന കേട്ടോ. അപ്പോൾ എൻ്റെ ഈ സർജറി ഒക്കെ കഴിഞ്ഞ പിന്നെ എനിക്കിപ്പോൾ വേദന ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഞാനിന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു കേട്ടോ. അപ്പോൾ ദേ കണ്ടോ, ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് വർക്ക് ഏരിയ കംപ്ലീറ്റ് ഒതുക്കി ഒരു 2 ട്രിപ്പോളം ഞാൻ ഡിഷ് വാഷറിൽ ഡിഷസ് ഒക്കെ വാഷ് ചെയ്തെടുത്തു കേട്ടോ. അതായത് കൂടുതലും ഈ ഗ്ലാസ് പാത്രങ്ങളും അങ്ങനെയുള്ള കുറച്ച് സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ വെച്ചിട്ട് ഞാൻ എല്ലാം 2 ട്രിപ്പായിട്ട് കഴുകി വെച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, എല്ലാം വീണ്ടും ഒന്നേന്ന് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്ന് എനിക്ക് ഇഞ്ചക്ഷൻ ആയിരുന്നു, PRP ഇഞ്ചക്ഷൻ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ പറ്റിയില്ല, കിറ്റില്ലാത്തത് കൊണ്ട് എനിക്കിന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയില്ല. അതെന്തായാലും നന്നായെന്ന് തോന്നുന്നു. അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് വേണ്ടി വരും. എങ്കിലും ഇങ്ങനെ വീട് ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. നമ്മൾ പിന്നെയും കൂടുതൽ നമ്മൾ എക്സേർട്ട് ചെയ്യുമ്പോൾ, ഫിസിക്കൽ എക്സേർഷൻ വരുമ്പോൾ നമ്മൾ ചെയ്തതിന് ബലമില്ലാണ്ടായി പോകും. അപ്പോൾ അതിന് നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇത് കൂർക്കയാണ്. ഞാൻ കൂർക്ക കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു എങ്ങനെയാ അത് ഞാൻ തൊലി പൊളിച്ചെടുക്കാനായിട്ടുള്ള ഈസി മെത്തേഡ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം കൂടെ കാണിക്കുവാണ്. അത് നന്നായിട്ട് ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. അതിലുള്ള ചെളിയും മണ്ണൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ കുക്കറിൽ വെള്ളം ഒഴിച്ച് ഇത് ഒരു വിസിൽ പോകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. കണ്ടോ, അപ്പം ഞാൻ 5-6 വെള്ളത്തിൽ കഴിയും കേട്ടോ. ഇതിൽ കാണിച്ചപ്പോഴത്തേലും ഞാൻ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് അപ്പം പിന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അധികം മണ്ണും ഒന്നും അതിലുണ്ടാവില്ല കേട്ടോ.
അപ്പോൾ അത് ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ട് അടുത്ത് ഇനി കുക്കിങ്ങിൻ്റെ ഒരു എന്താ പറയുന്നത് മാരത്താണാണ്. അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇപ്പം അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളിപ്പോൾ യാത്ര പോയിട്ട് വന്നതിന് ശേഷം കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പറയുന്നത് വിഭവസമൃദ്ധമായിട്ടാണ് കുക്കിംഗ് ഒക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ചീരയും കൂടെ ചീര വെക്കുവാണ്. അപ്പോൾ ചീരത്തോരൻ അത് ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മുട്ട ചീരത്തോരനാണ് വെക്കുന്നത്. അപ്പോൾ ഷോർട്സിൽ ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലും കൂടെ കാണിക്കുവാണ്. പിന്നെ ഞാൻ ചീരയൊക്കെ ചെയ്യുന്നത് ഈ ചോപ്പറിലിട്ട് തന്നെ ഞാൻ അരിഞ്ഞെടുക്കും കേട്ടോ. അല്ലാണ്ട് നിന്നിട്ട് അരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അവസാനം ഉണ്ടാവത്തില്ല. പിന്നെ എൻ്റെ കൈയും ഒരു നല്ല എന്താ പറയുന്നത് ഒരു പരുവത്തിലായി കിട്ടും. എനിക്ക് പറ്റില്ല ഇങ്ങനെ നിന്നിട്ട്. എൻ്റെ റൈറ്റ് ഹാൻഡിനാണ് പ്രശ്നം. അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ നിന്ന് അരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഇതിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് അത് ചോപ്പ് ചെയ്തെടുക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സഹായമാണ് എൻ്റെ ചോപ്പറുകളെല്ലാം. അത് കഴിഞ്ഞ് പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണയൊക്കെ ചൂടായി കടുക് പൊട്ടിച്ചതിന് ശേഷം ഇത് ഇങ്ങനെ നമ്മൾ ഈ ചോപ്പറിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും സവാളയും. ചിലരൊന്നും ചീരയിൽ സവാള ചേർക്കാറില്ല, പക്ഷെ ഞാനൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചീരയൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം അതിൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ചുമന്നിരിക്കുന്ന പച്ചക്കറികളിലൊന്നും ഇത് ചേർക്കില്ല, പച്ചമുളക് ചേർക്കില്ല. ഞാൻ മുളക് പൊടിയാണ് ചേർക്കാറ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറുമാണ്, അതുകൊണ്ട് അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും ഇട്ടിട്ട് ഒരു 3/4 ഭാഗം വരെ നന്നായിട്ട് വെന്തതിന് ശേഷം ആണ് അതിൽ തേങ്ങ ചേർത്ത് കൊടുക്കും. തേങ്ങയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വെന്തതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ മുട്ട ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുട്ട ചേർത്തിട്ടുള്ള ഇത് ഞാൻ 2-3 പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. ഒന്നാമത് ചീര എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടും അയൺ കണ്ടന്റ് ഒത്തിരി ഉള്ള ഒരു വെജിറ്റബിൾ ആണ്. അതിൻ്റെ കൂടെ മുട്ടയും കൂടെ ചേരുമ്പോഴത്തേലും പ്രോട്ടീനും എല്ലാം കൂടെ ചേരുവല്ലേ. അപ്പോൾ അത് നല്ല ഒരു ഹെൽത്തി ഫുഡാണ്. അപ്പോൾ തേങ്ങയും കൂടെ ഇട്ട് അതിന് ശേഷം മുട്ട ഒരെണ്ണം പൊട്ടിപ്പോയി കേട്ടോ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ. അത് ഞാൻ ഒരു ബൗളിലിട്ട് വെച്ചിരിക്കുമായിരുന്നു. അത് ഇതിലിങ്ങനെ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചിക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു എന്താ പറയുന്നത് വളരെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ റെഡിയായി കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു ചീരത്തോരൻ്റെയൊക്കെ ഇത്. പിന്നെ എൻ്റെ ഈ ചാനലിൽ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അവർക്കൊന്നും എന്നെക്കുറിച്ച് അധികം അറിയില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ പേര് ഷിബി എന്നാണ്. ഞാനിവിടെ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡിൻ്റെ പേര് സാജൻ എന്നാണ്. 2 മക്കളുണ്ട്, 2ഉം പെൺകുട്ടികളാണ്. ദീപ്തി, ദിവ്യ. മൂത്താളുടെ കല്യാണം കഴിഞ്ഞു, രണ്ടാമത്തെ ആളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവർ ഇപ്പം കാനഡയിലാണ് കേട്ടോ. മൂത്ത മോളും ഹസ്ബൻഡും ഇളയ മോളും 3 പേരും കാനഡയിലാണ്. അപ്പോൾ ആരോ ഒരാളിനോട് ചോദിച്ചിരുന്നു എനിക്ക് മക്കളില്ലേന്ന്. മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ പുറത്താണ്. 2-2.5 വർഷമായിട്ട് അവർ പുറത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസിൽ ഇങ്ങനെ കുട്ടികളെയും ഒന്നും കാണാത്തത്. പിന്നെ ഹസ്ബൻഡിന് തീരെ വീഡിയോയിൽ മുഖം കാണിക്കുന്നൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഹസ്ബൻഡും അധികം ഫേസ് കാണിക്കാത്തത്. പിന്നെ എന്താ പറയുന്നത്, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും എൻ്റെ ജോലികളും. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ മാത്രമായിട്ട് നിങ്ങൾ കാണുന്നത്. പിന്നെ വീഡിയോ ചെയ്യുന്നത് കംപ്ലീറ്റ് ഇതിൻ്റെ ക്യാമറ മുതൽ എഡിറ്റിങ്ങും വോയിസ് ഓവറും ഇതിൻ്റെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ ഒരുപാട് പോരായ്മകൾ വീഡിയോസിലുണ്ടാവും. ദയവായിട്ട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്ന് ബീഫും കൂർക്ക ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് കറി വെക്കുന്നത്. അപ്പോൾ സാഞ്ചേട്ടന് ബീഫും കൂർക്ക ഇട്ടിട്ട് കറി കഴിക്കാനായിട്ടൊരു ഭയങ്കര ആഗ്രഹമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് എല്ലാം അതിൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്,
തക്കാളി ഇതെല്ലാം കൂടെ ഞാൻ ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ ഒന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതാക്കിയിട്ടില്ല, എല്ലാം ഒരുമിച്ച്. സാധാരണ ടൊമാറ്റോ ഒക്കെ ഞാൻ ഏറ്റവും ലാസ്റ്റ് അല്ലേ ചേർക്കുന്നത്, പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അരിഞ്ഞെടുത്തു. എന്നിട്ട് കുക്കറിൽ എണ്ണ ചൂടായതിനു ശേഷം ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊടിയായിട്ട് ഈ സവാളയും ടൊമാറ്റോ ഒക്കെ അരിഞ്ഞ് കിട്ടുമ്പോഴേക്കും പിന്നെ അതൊന്നും സെപ്പറേറ്റ് ആയിട്ട് കിടക്കത്തില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഇങ്ങനെ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, എല്ലാ പ്രാവശ്യം ഒരേപോലെ തന്നെ ഇങ്ങനെ കുക്ക് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം എപ്പോഴും എന്തെങ്കിലും അതിലൊരു ഒരു ഡിഫറൻസ് വരുത്തുന്നതിനോട് ആണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എൻ്റെ കുക്കിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസം അല്ലെങ്കിൽ ഒരു വെറൈറ്റി കാണാൻ പറ്റും. വലിയ എന്ന് വെച്ചാൽ ഞാൻ വലിയൊരു ഷെഫാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല കേട്ടോ. ഉള്ളത് ഇച്ചിരി വൃത്തിയിലും മെനക്കും ചെയ്യാറുണ്ട്. ഇതുവരെ ആരും മോശമൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു പോകുന്നു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും അതിലേക്ക് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും ചേർത്ത് കൊടുക്കും. പിന്നെ ഉപ്പും ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ റോ സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച ബീഫിനേലും വ്യത്യാസമായിട്ടാണ് ഇപ്രാവശ്യം വെക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അല്ലാതെയൊക്കെ അരച്ചൊക്കെ എടുത്തിട്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ പോയി വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇപ്പം ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് ഇട്ട് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ആ മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്, പക്ഷെ ഇത് അപ്പോഴേക്കും അടി പിടിക്കുന്നത് പോലെയായി. അതുകൊണ്ട് ഞാൻ ഒരുവിധം തിളയ്ക്കാറായപ്പോഴേക്കും വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ആവശ്യത്തിന് വെള്ളവും വെച്ച് ഇതുപോലെ ഇത് ഇനിയിപ്പോൾ ഓരോ പ്രഷർ കുക്കറിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ അതിൻ്റെ ഈ ബീഫിൻ്റെ വേവൊക്കെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു 6-7 വിസിൽ കളയുമ്പോഴാണ് എൻ്റെ ബീഫ് വെന്ത് വരുന്നത്. അപ്പം അത് ഓരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ചീര ഉണ്ടാക്കിയ ആ പാത്രത്തിൽ തന്നെ ഇനിയിപ്പോൾ കടല ഉണ്ടാക്കുകയാണ് കേട്ടോ. കടല മെഴുക്കുവരട്ടി. അപ്പോൾ സാഞ്ചേട്ടൻ്റെ ഫേവറേറ്റ് കറികളാണ് കേട്ടോ ഇതൊക്കെ. കടല മെഴുക്കുവരട്ടി, കൂർക്കയിട്ട ബീഫ്, ഇതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി തൃശ്ശൂർക്കാരനാണ് കേട്ടോ. എന്നിട്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആ തൃശ്ശൂർ ഭാഗത്തിലുള്ള കറികളോടാണ് ഇപ്പോഴും താല്പര്യം. കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷമാവുന്നു, എന്നിട്ടും പുള്ളിക്ക് ടേസ്റ്റ്, പുള്ളിയുടെ ഇഷ്ടങ്ങളും ആ തൃശ്ശൂർ ടൈപ്പ് കറികളോടാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ക്രഷ്ഡ് ചില്ലി, ഇത് മൂന്നും ഇട്ടിട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം കടല, ഞാനിത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുന്ന കടലയാണ് കേട്ടോ. കടല മുമ്പത്തെ എൻ്റെ വീഡിയോയിൽ നോക്കിയാൽ അറിയാം, കടല ഞാൻ നന്നായിട്ട് വേവിച്ച് അത് സിപ്പ് ലോക്ക് കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടലയാണ് കേട്ടോ. അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു തണുപ്പ് മാറ്റിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ വർക്കിംഗ് വിമനൊക്കെ ഭയങ്കര ഈസിയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ചെമ്മീൻ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ആ ചെമ്മീൻ കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ഞാൻ ചേർത്തത് റെഡ് ചില്ലി പേസ്റ്റും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ഇത്രയും കൂടെ ചേർത്തിട്ടാണ് അത് ഫ്രൈ ചെയ്യാനായിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 2 പേരുള്ള എടുത്ത് എന്തിനാണ് ഇത്രയും ഫുഡെന്ന്. ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാന്ന് എനിക്ക്
ചുമ്മാ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് നല്ല നിറവ് വേണം. എന്നിട്ട് ചിലപ്പോൾ ഇതെല്ലാം ഇതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ എൻ്റെ വീട് തൊട്ടടുത്താണ് എൻ്റെ മമ്മിയും ഡാഡിയും ബ്രദറും ഒക്കെ താമസിക്കുന്നത്. അപ്പം ഞാൻ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും ഇതിൽ നിന്ന് പകുതി. അപ്പോൾ എനിക്കൊരു സമാധാനം വരും. ഇത്രയും ഒരാൾക്കായിട്ടോ അല്ലെങ്കിൽ ഒരു രണ്ടാൾക്കായിട്ടോ ഭക്ഷണം അത്രയും കുറച്ചുണ്ടാക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മക്കളുണ്ടായിരുന്നു, ഹസ്ബൻഡ്, ഞാന്, പിന്നെ സണിൻലോ എല്ലാവരും കൂടി ഉണ്ടായിരുന്നപ്പോൾ എന്തായിരുന്നാലും കുറച്ചധികം ഫുഡ് ഉണ്ടാക്കി ശീലിച്ചിട്ട് എനിക്ക് ഈ ഒരാൾക്ക് രണ്ടാൾക്കുമായിട്ട് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിരുന്നിരുന്നാലും ഒന്നിൽ 2 ദിവസത്തേക്കായിട്ട് ഞാൻ എടുക്കും. 2 ദിവസത്തിൽ കൂടുതലായിട്ട് ഒരു ഫുഡും എടുക്കാറില്ല. പിന്നെ ഞാൻ പകുതി എൻ്റെ വീട്ടിൽ കൊടുക്കും. അതാണ് സംഭവം. പിന്നെ ബീഫൊന്നും എൻ്റെ വീട്ടിൽ കൊടുക്കാനൊന്നും ബാക്കി ഉണ്ടാവത്തില്ല കേട്ടോ. അത് മുഴുവൻ എൻ്റെ ഹസ്ബൻഡിന് ബീഫും കൂർക്കയൊക്കെ ഇട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടം. പുള്ളി കഴിച്ചോളും. എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഈ മസാലയുടെ ഒക്കെ മണം അടിച്ചിട്ട് ഒരുപാട് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. പിന്നെ ദേ അതിൻ്റെ കൂട്ടത്തിൽ ചായയൊക്കെ ഇട്ട് ഹസ്ബൻഡിന് കൊണ്ട് കൊടുത്തു കേട്ടോ. പുള്ളി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പം ചായയൊക്കെ കൊണ്ടു കൊടുത്ത് വിളിച്ചു. അതിനുശേഷം എന്താ നമ്മുടെ കൂർക്ക ഉണ്ടോ, കൂർക്കയുടെ ഇപ്പം തണുത്തിട്ടുണ്ട്. ഞാൻ ആ വെള്ളം മുഴുവൻ ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് മാറ്റിയായിരുന്നു. എന്നിട്ട് ഇതാ അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ചപ്പോഴത്തേലും വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് പോകും കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൂർക്ക ഇത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു അവസരം എനിക്ക് ഇപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അത് ഹസ്ബൻഡും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഈ കൂർക്ക മേടിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കൂർക്കയും ഇതും ഇട്ടിട്ട്, എന്നിട്ട് അത് ഒരുവിധം വെന്ത കൂർക്കയാണല്ലോ, അപ്പൊ അതും കൂടെ ഇട്ടിട്ട് ഇപ്പം നമ്മുടെ കൂർക്കയും ബീഫും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.